അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തില് ബറോഡയിലായിരുന്നു. ബറോഡയിൽ എന്റെ അനിയന്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ താമസിച്ചിരുന്നത്. അപ്പൊ ബറോഡയൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ഫുള്ള് കറങ്ങി കണ്ടിട്ട് ഞാൻ ദേ ഇന്ന് അവരോട് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. നേരെ പോകുന്നത് അഹമ്മദാബാദിലേക്കാണ് കേട്ടോ. അപ്പൊ ബറോഡയിൽ നിന്ന് ഏകദേശം ഒരു 110-120 കിലോമീറ്റർ ആണ് അഹമ്മദാബാദിലേക്കുള്ളത്. അഹമ്മദാബാദിലത്തെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വളരെ പഴക്കം ചെന്ന ഒരു സ്റ്റെപ്പ് വെൽ ഉണ്ട്. ഹസരത് ബായ് ഹരീർ സ്റ്റെപ്പ് വെൽ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ എന്തായാലും പോകും. പിന്നെ സബർമതി റിവറും അറ്റാൽ ബ്രിഡ്ജും അതുപോലെ ഇവിടുത്തെ ജെയിൻ ടെമ്പിളും ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. പക്ഷെ ഇതൊന്നും അല്ലാതെ ഈ വീഡിയോയിൽ മറ്റൊരാളോട് വരുന്നുണ്ട്. സാക്ഷാൽ എവറസ്റ്റിൽ കയറാൻ പോകുന്ന കേരളത്തിലത്തെ തന്നെ ആദ്യത്തെ ലേഡിയാണ് ജയ. അപ്പൊ ജയയുടെ കഥയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ആ ഒരു കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് അഹമ്മദാബാദിലെത്തി കേട്ടോ. ഏകദേശം 110-120 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇവിടെ ഭാരത് സേവാശ്രമത്തിൽ റൂം എടുത്തു കേട്ടോ. ഈ ഭാരത് സേവാശ്രമത്തിൽ നമ്മൾ ഓൾറെഡി നിന്നിട്ടുണ്ട്. കന്യാകുമാരിയിൽ നമ്മൾ ഇവരുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അന്നത് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു. എനിക്ക് ആ വീഡിയോയുടെ എൻക്വയറീസ് ഇപ്പോഴും വരാറുണ്ട് കേട്ടോ. കാരണം ഈ സേവാശ്രമത്തിൽ സ്റ്റേ എന്ന് പറയുന്നത് ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. മിക്കവാറും ആശ്രമങ്ങളിലൊന്നും ഒരു പൈസ വാങ്ങിക്കാറില്ല. ചിലർ വാങ്ങിക്കും, ചിലർ വാങ്ങിക്കില്ല. ഫുഡുണ്ട്, നല്ല നീറ്റായിട്ടുള്ള റൂംസ് ഉണ്ട്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. എന്തായാലും ഇവിടെ വന്ന് ഞാൻ റൂം എടുത്തു. എത്ര രൂപയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അവർ പൈസ വാങ്ങിക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്തായാലും വാങ്ങിച്ചാലും ഒരു അധികം പൈസ ഒന്നും വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ സ്വാമിജിനോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് സ്വാമിജി എന്നെ വിളിച്ച് ചോറൊക്കെ തന്നെ കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മൾ ഇന്നും നാളെയും സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ നേരെ പോകുന്നത് സബർമതി ആശ്രമത്തിലേക്കാണ് കേട്ടോ. ഈ ഒരു ഭാരത് സേവാശ്രമത്തിന്റെ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഒക്കെ പോകാനേ ഉള്ളൂ സബർമതിയുടെ അങ്ങോട്ടേക്ക്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് സബർമതി ആശ്രമം കേട്ടോ. ഞാൻ ആശ്രമത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കറങ്ങി നോക്കാം. ഇതൊക്കെ ആശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. പണ്ടത്തെ പഴയ സ്റ്റൈലിൽ തന്നെ നിർത്തിയേക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ അകത്തേക്കൊന്നും കയറാൻ പറ്റത്തില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ നല്ല പുഴയുടെ വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. സബർമതി നദിയാണ്. ആ നദിയുടെ തീരത്താണ് ആശ്രമം ഇരിക്കുന്നത്. ഇവിടെ പ്രാവുകളും കാക്കകളും തത്തകളും എല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് ഈ അരിയൊക്കെ തരുന്നത്. 1918 മുതൽ 21 വരെ വിനോബ ഭാവെ താമസിച്ച ഹട്ടാണിത്. അതുപോലെ 1925 തൊട്ട് 1933 വരെ ഒരു ഇംഗ്ലീഷുകാർ ഇവിടെ താമസിച്ചിരുന്നു. അവർക്ക് ഗാന്ധിജി ഇട്ട പേരാണ് മീരാ ബഹൻ. അവരിവിടെ ഈ ഒരു ഹട്ടിൽ താമസിച്ചിട്ടുണ്ട് 8 വർഷം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മീരാ ബഹനിൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണ് ഇട്ടത്. മാഡലിൻ സ്ലൈഡ്. ആശ്രമത്തിൽ ഗാന്ധിജി താമസിച്ചിരുന്ന ആ ഒരു വീടിന്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇവിടെ ഒരു നടുമുറ്റമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അപ്പുറത്തെ റൂമിലായിട്ട് അന്ന് ഗാന്ധിജി യൂസ് ചെയ്തിരുന്ന കുറേ സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ണട, അദ്ദേഹത്തിന്റെ ചെരുപ്പ്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഇപ്പം ഇതിൻ്റെയൊക്കെ റെപ്ലിക്കാസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ക്രൊണോളജിക്കോടെ കൊടുത്തേക്കുന്നുണ്ടോ. 1869 ജനിച്ചത് തൊട്ട് 1948 മരിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ്. ഇവരുടെ അടുത്ത് ഗസ്റ്റ് റൂമാണ്, ചെറിയ റൂമാണ്. ഗസ്റ്റ് റൂമാണ്. പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പത്നി കസ്തൂർബ ഗാന്ധിയുടെ മുറിയാണ്. ആണ് ഈ ഒരു മുറി. ഇവിടെ കസ്തൂർബ ഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുള്ള മുറിയാണ്. ചർക്കയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ റൂം. അന്ന് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ചർക്കയൊക്കെ നമുക്ക് അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഗാന്ധിജി താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ചെറിയ ആ ഒരു മുറിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതാണ് ആ ഒരു ആശ്രമം. അദ്ദേഹത്തിൻ്റെ മുറിയുടെ അകത്തേക്ക് നമുക്ക് കയറാൻ അനുവാദമില്ല, പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഉപാസന മന്ദിർ എന്നാണ് കേട്ടോ. ഇവിടെ ആശ്രമത്തിൽ താമസിക്കുന്ന ആളുകൾ പ്രേ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഈ ഒരു ആശ്രമത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു മ്യൂസിയം സെക്ഷൻ ഉണ്ട്. അന്നത്തെ കുറെ ഫോട്ടോഗ്രാഫ്സും ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളും അതുപോലെ തന്നെ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള ഒരുപാട് പുതിയ അറിവുകളും എല്ലാം ഈ ഒരു മ്യൂസിയത്തിലുണ്ട് കേട്ടോ.
അപ്പം അങ്ങനത്തെ കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട്, പഴയ കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ ഡെയിലി ആക്ടിവിറ്റീസും അദ്ദേഹത്തിന്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ടുള്ള മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു റൈറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മ്യൂസിയത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം സ്വസ്ഥമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇവിടെ മകൻ നിവാസ് എന്നൊരു സ്ഥലമുണ്ട്. ഈ ആശ്രമത്തിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് മകൻലാൽ ഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റെസിഡൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ കുറെ ചർക്കകളൊക്കെ വെച്ചിട്ടുണ്ട്, പല ടൈപ്പ് ചർക്കകൾ വെച്ചിട്ടുണ്ട്. ഈ ചർക്കയുടെ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിഞ്ഞൂടാ, പക്ഷെ പല ടൈപ്പിലുള്ള ചർക്കകൾ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഫോട്ടോയിൽ മാത്രമേ ആകെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇപ്പം നേരിട്ട് കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു. അപ്പൊ ഇതാണ് ആ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ സ്വസ്ഥമായിട്ട് കണ്ടിട്ട് മാത്രം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. അത്യാവശ്യം കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ ഈ ഒരു ആശ്രമം പ്രോപ്പർ ആയിട്ട് കാണാനും അതിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഗുയിസ്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാവേ. ഹലോ, ഹായ്. പേരെങ്ങനെയാ? ജയ. അപ്പം ആള് എന്നെ പോലെ തന്നെ സോളോ ട്രാവലറാണ്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നടക്കുന്ന ആളാണ്, ടീച്ചറാണ്. രണ്ട് കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സായി. ഞാൻ ടീച്ചറായിരുന്നു, ജയ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നെക്സ്റ്റ് ഇയറിൽ എവറസ്റ്റ് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പൊന്നുമല്ല, സാക്ഷാൽ എവറസ്റ്റ് കയറാൻ നിൽക്കുന്ന ആളാണ്. ആ ഒരു യാത്ര സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കേരളത്തിലത്തെ ആദ്യത്തെ വിമൻ ആയിരിക്കും എവറസ്റ്റ് കയറാൻ പോകുന്ന. എവറസ്റ്റ് കയറിയ കേരളത്തിലെ ആദ്യത്തെ വിമൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എവറസ്റ്റ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഏകദേശം 30-40 ലക്ഷം രൂപ വരെയൊക്കെ ചെലവ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജയക്ക് ഈ ഒരു എമൗണ്ട് കണ്ടെത്താനായിട്ട് ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജയനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ജയക്ക് ഡൊണേറ്റ് ചെയ്യുക. ഈ ഒരു വലിയ ദൗത്യത്തിൽ ജയയുടെ കൂടെ നിൽക്കുക. അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ് ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക കേട്ടോ. സോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സബർമതി ആശ്രമമാണ്. ഗാന്ധിജി ഇവിടെ നിന്നത്. ഇവിടുന്ന് അടുത്ത ഡാണ്ടി പുല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലവും, ലൈക്ക് ഡാണ്ടി യാത്രയൊക്കെ കേട്ടിട്ടില്ലയോ, സെയിം തിങ്. അപ്പോൾ ഇവിടെ ഒരു പുല്ലുണ്ട്. ഇറ്റ് ഈസ് എ വുഡൻ ബ്രിഡ്ജ്. അത് ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകണം. പണ്ടൊക്കെ ഈ റിവറിൻ്റെ ക്രോസിംഗ് ആയിട്ട് ബ്രിഡ്ജസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഡാണ്ടി പുല്ല് അവരുണ്ടാക്കിയത്. ദിസ് ഈസ് ന്യൂ സൈഡ് ഓഫ് അഹമ്മദാബാദ്. റിവറിൻ്റെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾഡ് അഹമ്മദാബാദ്. പണ്ടത്തെ ഈ ഹൈക്കോർട്ടൊക്കെ ആ സൈഡിലായിരുന്നു. പിന്നെ ക്യാപിറ്റൽ ഗാന്ധിനഗർ ആക്കി മാറ്റിയപ്പോഴത്തേക്ക് ഈ സൈഡ് അഹമ്മദാബാദിൻ്റെ ഡെവലപ്പ് ചെയ്തു. സോ ലൈക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു അടൽ ബ്രിഡ്ജ് എന്നുണ്ട്, വിച്ച് ഇസ് എ വാക്ക് വേ ബിറ്റ്വീൻ ഓൾഡ് അഹമ്മദാബാദ് ആൻഡ് ന്യൂ അഹമ്മദാബാദ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വണ്ടികൾക്കും അങ്ങോട്ട് പോകാനുള്ളത് വേറെ റോഡൊന്നുമില്ല. ദർ ആർ സോ മെനി ബ്രിഡ്ജസ് കണക്റ്റിംഗ് ഓൾഡ് അഹമ്മദാബാദ് ആൻഡ് ന്യൂ അഹമ്മദാബാദ്. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ സിറ്റി. പിന്നെ ഇവിടെ കാണാനും മാത്രം ഗാന്ധി ആശ്രമമുണ്ട്. പിന്നെ ഈ റിവർ വാക്ക് വേ, റിവർ ഫ്രണ്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ലൈക്ക് ഇറ്റ് ഈസ് എ 12 to 13 കിലോമീറ്റേഴ്സിൻ്റെ മൊത്തം സ്ട്രെച്ചാണ് എലോങ് ദ സൈഡ് ഓഫ് ദിസ് സബർമതി റിവർ. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. റിവർ റാഫ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. സോ ദാറ്റ് ഓൾസോ പീപ്പിൾ ക്യാൻ എൻജോയ് ഹിയർ. പിന്നെ another attraction is ഇവിടെ ഹെറിറ്റേജ് വാക്ക് എന്ന് പറഞ്ഞ ഗുജറാത്ത് ടൂറിസം ബോർഡ് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ഏർലി ഇൻ ദ മോർണിംഗ് ഫ്രം 7:30 to 10:30 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഷോ യു അറൗണ്ട് ദ ഓൾഡ് സിറ്റി അഹമ്മദാബാദ്. അപ്പോൾ അവിടെ ഈ സിദ്ധി മോസ്കു ഇതൊക്കെ ഉണ്ട്. ഇറ്റ്സ് 3 hours. അപ്പോൾ ഈ ഓൾഡ് സിറ്റി ഞാൻ പറഞ്ഞില്ലയോ, ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അഹമ്മദ് ഷാ. അഹമ്മദാബാദ് എന്ന് പേര് വന്നേ അങ്ങനെ. സോ അഹമ്മദ് ഷാ ഇവിടെ വന്ന് ഡെവലപ്പ് ചെയ്ത ഓൾഡ് സിറ്റി. അപ്പോൾ ദർ ആർ സോ മെനി എൻട്രൻസ്, കുറേ ഗേറ്റ്സ് ഉണ്ട്. തീൻ ദർവാജ, ലാൽ ദർവാജ. ഈ ദർവാജ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എൻട്രൻസ് ടു ദ സിറ്റി. പിന്നെ ഗുജറാത്തി ഫുഡ് ഇഫ് യു എൻജോയ്, ദർ ആർ മെനി ഔട്ട്ലെറ്റ്സ് ഓവർ ഹിയർ. ഗുജറാത്തി ഫുഡ് ഓൾറെഡി ഞാൻ കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്. അതെ, മധുരം കിട്ടിയോ? മധുരം കിട്ടി. ഗുജറാത്തി ഫുഡ് കഴിഞ്ഞ് 22 ദിവസമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മൻ, ദോക്കില, ഇഡട, കമ്മനി, സേവ് കമ്മനി, പിന്നെ ലൊച്ചോ ഒക്കെ ഞാൻ ട്രൈ ചെയ്തു സുഹൃത്തുക്കളെ. ഇവിടെ ആശ്രമം ഇപ്പം ക്ലോസ്ഡ് ആവാറായി, 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ അവർ ആ ഭാഗങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇതാണ് ആ ഒരു സബർമതി റിവർ. അപ്പോൾ ഗോയ്സ്, നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഒരു അറ്റാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പാലമുണ്ട്, നല്ല ഭംഗിയൊക്കെയുള്ളൊരു പാലമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഞാനും ഉണ്ട്, ജയുണ്ട്. ജയ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇതാണ് ആ ഒരു പാലം, അറ്റാൽ ബ്രിഡ്ജ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ.
എന്തായാലും എന്തൊക്കെ കയറാവേ. ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് അറ്റാൽ ബ്രിഡ്ജ്. ഞങ്ങളുടെ അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്, അത്യാവശ്യം ആളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ അഹമ്മദാബാദും പിന്നെ പഴയ അഹമ്മദാബാദ്, അതിൻ്റെ ഇടയ്ക്കുള്ള കണക്ഷൻ മാത്രം. യു ക്യാൻ വാക്ക് ഓവർ ദ സാബർമതി റിവർ. ആ കോൺസെപ്റ്റിലാണ് ഇവരിത് പണിഞ്ഞിരിക്കുന്നത്. ഈ നമ്മൾ നടന്നിട്ട് ആ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട്, ഇത് അവിടെയും എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ അത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൊരു കടയുണ്ട്, പിന്നെ താഴെ 2-3 കടകളുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ടിക്കറ്റ് 30 രൂപയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വിടുന്ന പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ഒരു ചായക്കടയിലേക്ക് വന്നേക്കാണ്. ഇത് നമ്മുടെ ചെയ്തിട്ടുണ്ട്. ഇത് മസ്കാ ബണ്ണ് കൊണ്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ബണ്ണും ജാമും ഉള്ളൊരു ഐറ്റം. കഴിച്ചോ. ഇത് സംഭവം കൊള്ളാം കേട്ടോ, മസ്കാ ബൺ. നമ്മുടെ ബ്രെഡും ജാമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് ബട്ടറിൻ്റെ ഒരു ലെയറും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് പോയി. ജയ നാളെ കന്യാകുമാരി പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോയിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയ പോയി. ഞാൻ തിരിച്ചെൻ്റെ ആശ്രമത്തിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ എന്തായാലും. അപ്പോൾ എന്തായാലും പോയേക്കാം. ആശ്രമം എത്തിയിട്ടാണ്. ഞാൻ ആശ്രമത്തിലെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആശ്രമം എത്തിയിട്ടാണ്. इंडिया नेपाल भूटान ट्रिप इसी पे बहुत बढ़िया। तभी निकले थे कहाँ से आप? केरला से शुरू किया। केरला से आता है बाय रोड। हाँ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ തിരിച്ച് ആശ്രമത്തിലെത്തി കേട്ടോ. നമ്മൾ ജയൊക്കെ പോയി. ഞാൻ തിരിച്ച് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് പുറത്ത് വിട്ടൊരു വടാപ്പാവ് കഴിച്ചു. ഒരിടത്തൊരു വടാപ്പാവിൻ്റെ കട ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ. വടാപ്പാവും കഴിച്ചൊരു ചായയും കുടിച്ച് തിരിച്ച് ഞാൻ നമ്മുടെ ആശ്രമത്തിൽ വന്നു കേട്ടോ. സമയം ഇപ്പോൾ രാത്രി 11:30 ആയിട്ടുണ്ട്. ആശ്രമത്തിൽ എല്ലാവരും ഉറക്കമാണ്. അതിന് ഇത്രയും സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ഉറക്കമാണ്. അപ്പോൾ ഞാനെന്തായാലും കിടക്കാൻ പോവാണേ. ഞാൻ ഈ റൂമിലാണ് നിൽക്കുന്നത്. കുഞ്ഞു റൂമാണ്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ആ ഒരു ജയ ഉണ്ടല്ലോ, ആള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. ആള് സോളോ ട്രാവലറാണ്. സോളോ ട്രാവലർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആളെന്തായാലും നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ജയനെ കാണണമെന്നും പറഞ്ഞിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത് നീലിമ എന്നിട്ട് വേറെ ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും പുള്ളിക്കായിരിക്കും താങ്ക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങിയേക്കാം. കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടെ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ പോയി കാണണം. പിന്നെ ജെയിൻ ടെമ്പിൾ ഉണ്ട്. പിന്നെ ആ ഒരു സിറ്റി ഏരിയ, അഹമ്മദാബാദ് സിറ്റി ഏരിയയൊക്കെ ഒന്ന് കാണണം. പിന്നെ നാളെ ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്യും എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയേക്കാം, എന്തെങ്കിലും കഴിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടോ. നല്ല ഊണ് കിട്ടി, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഊണ് കിട്ടി. ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഒരു നന്മ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചു. പുതിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അത് ഒരാഴ്ച എന്തോ അവർ തുടങ്ങിയിട്ട്. അപ്പം നമ്മുടെ തിരുവല്ലക്കാരനായിട്ടുള്ള ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റാണ്. അപ്പം മൂപ്പർക്ക് ഞാൻ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളിയായിട്ട് പച്ചപിടിക്കായിട്ട് നല്ല ഫുഡാണ് അവർ കൊടുക്കുന്നത്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തെത്തിയിട്ടോ. ഇതൊരു സ്റ്റെപ്പ് വെല്ലാണേ, ഹസ്രത് ബായ് ഹരീർ സ്റ്റെപ്പ് വെല്ലിനാണ് ഗൂഗിൾ മാപ്പിൽ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടോംബൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതായത് നമുക്കൊന്ന് നടന്നു നോക്കാൻ ചുറ്റും. അതുകൊണ്ട് ഇതൊരു ടോംബാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ അഹമ്മദാബാദ് സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹസ്രത് ബായ് ഹരീർ സ്റ്റെപ്പിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ വരൾച്ച സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജലം സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പലുകൾ പണിയെടുപ്പിക്കുന്നത്. ഗുജറാത്തിന്റെ പല ഭാഗത്തായിട്ട് ഏതാണ്ട് 100-ലധികം സ്റ്റെപ്പലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിൽ ഇന്ന് വിരലിലെണ്ണാവുന്നവ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ തന്നെ പലതും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നവയൊക്കെയാണ്. ഹിന്ദിയിൽ ബവ്ഡി എന്നും രാജസ്ഥാനി ഭാഷയിൽ ബവ്രി എന്നും ഗുജറാത്തിയിൽ വാവെന്നും കന്നഡയിൽ കല്യാണി എന്നൊക്കെയാണ് സ്റ്റെപ്പലുകൾക്ക് പറയുന്നത്. ഗുജറാത്തിലുള്ള സ്റ്റെപ്പലുകളെല്ലാം തന്നെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ്. അപ്പം അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇവിടെ നേരിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റെപ്പലിൻ്റെ ഉള്ളിലായിട്ട് കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വഡോദരയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റെപ്പൽ കാണാൻ പോയായിരുന്നു. സേവാസിയിലുള്ള വിദ്യാധരബാബു എന്ന് പറഞ്ഞ സ്റ്റെപ്പലിൽ ബറോഡയിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് അതേപോലത്തെ ഒക്കെ തന്നെ ഒരു സ്റ്റെപ്പലാണ് ഇതും. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. പോകാൻ പറ്റുന്നിടത്തോളം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെയാണ് കേട്ടോ വേറെ കിണർ. അവിടെ പ്രാവിൻ്റെ കൂടുണ്ട് കേട്ടോ. അവിടെ
ഇതാണ് ആ ഒരു സ്റ്റെപ്പ് വെല്ല്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്പ് വെല്ലിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ അടുത്തൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്, അവിടെ കൂടെ ഒന്ന് പോകണം എന്നുണ്ട്. केरला से नेपाल जा रहे हो? ऑल इंडिया नेपाल भूटान ट्रिप है. अच्छा, थैंक यू. एनी हेल्प? नहीं. ഇതാണ് ഹുതേ സിംഗ് ജെയിൻ ടെമ്പിൾ കേട്ടോ. ജൈനമതക്കാരുടെ ക്ഷേത്രമാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ചെറുത് ഗോപുരം പോലത്തെ. ഇതാണ് സുഹൃത്തുക്കളെ ആ ഒരു ജെയിൻ ക്ഷേത്രം കേട്ടോ. നല്ല ഭംഗിയിടാനായിട്ട്. കയറി വന്ന വഴി ഇതാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു അമ്പലം. ഇത് രസം നോക്കിക്കുക, ആർക്കിടെക്ചറൊക്കെ നോക്കിക്കേ, അടിപൊളി. ഇതുണ്ടോ വിഗ്രഹം? വാവ്, അണ്ണാഞ്ചിക്ക് നോക്കി. ഇതിൻ്റെ അകത്ത് കയറാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ജെയിൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എൻ്റെ നേരെ പുറത്തൊരു സ്തൂപമുണ്ട്. കീർത്തി സ്തംഭം എന്നാണ് കേട്ടോ പറയുന്നത്. ലോർഡ് മഹാവീരയുടെ 2500ാമത്തെ ബർത്ത്ഡേയുടെ എന്തോ പ്രമാണിച്ചിട്ട് പണിതാണ്. 2003 പണിതാണിത്. 78 അടിയും ദൂരമുണ്ട് ഇതിന്. നമുക്കെന്നാലും ഇവിടെ നിന്ന് ഇറങ്ങാം, ഒരു ചായ കുടിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ആശ്രമത്തിലേക്ക് തിരികെ പോകാൻ കേട്ടോ. ഗുജറാത്തിലത്തെ ട്രാഫിക് എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും വിവരമില്ല. കണ്ടില്ലേ, കാറൊക്കെ ഇട്ട് റൗണ്ട് അടുക്കിട്ട് കിടക്കുന്നുണ്ടല്ലേ. ഇതാണ് അവസ്ഥ. ഇവിടെ ട്രാഫിക് എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്. ആർക്കും വെളിവില്ല. ഒന്നാമത്തെ കാര്യം, കാറുകാരാണെങ്കിലും ഓട്ടോക്കാരാണെങ്കിലും ഇൻഡിക്കേറ്റർ ഇടത്തില്ല, സൈഡ് നോക്കത്തില്ല, തോന്നിയ പോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബൈക്കേഴ്സിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ഈ ബൈക്കും സ്കൂട്ടറും എടുക്കുന്ന ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഉണ്ടാവില്ല. ഞാനിവിടെ ഹെൽമെറ്റൊക്കെ വെച്ചിറക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവൻ ഏതാണെന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അത് ഇവർക്കൊരു അത്ഭുതമാണ് നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് അടക്കുന്നത്. ഗുജറാത്തിൽ ഞാൻ ട്രാവൽ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെ കേട്ടോ അവസ്ഥ. ആർക്കും ഇതാണ് ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഇതാണ് അവസ്ഥ. ആരും നോക്കത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയില്ല റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ. വളരെ വളരെ പരിതാപകരമായ ഡ്രൈവേഴ്സാണ്. നമ്മളെന്തായാലും നാളെ അഹമ്മദാബാദ് വിടും കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ ആശ്രമത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസൊക്കെ കോപ്പി ചെയ്തിടുകയൊക്കെ ചെയ്യണം. എല്ലാം ചാർജ് ചെയ്തിടണം. ക്യാമറയൊക്കെ പാക്കേജ് ചെയ്തെല്ലാം വെക്കണം. നാളെ എന്തായാലും നമ്മൾ രാവിലെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആശ്രമം എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ റൂമിലെത്തി കേട്ടോ. അയ്യോ, ഫുള്ള് ബ്ലോക്കും ഓട്ടവും ഒരു വെളിവില്ലാത്ത കുറേ എണ്ണങ്ങൾ വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങിയിട്ടേ പൊല്ലാപ്പായിരുന്നു. നമ്മൾ ഇന്നലെ വടാപ്പ കഴിച്ച കടയിൽ കയറിയിട്ട് ഒരു സമൂസ ബാജി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഞാൻ സമൂസ ഇതിൻ്റെ ഉള്ളിൽ വെക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വേറെ സാധനം കിട്ടിയത്. പിന്നെ ഇത് വടാപ്പാവ്, നോർമൽ വടാപ്പാവ്. എനിക്കങ്ങനെ വിശപ്പൊന്നുമില്ല, ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്. ഈ കുറച്ച് കഴിഞ്ഞ് വിശന്നാലോ. ഗുയിസിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കൂടെയാണ് കേട്ടോ. ഈ ബർത്ത്ഡേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബർത്ത്ഡേ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഓൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ തന്നെ എൻ്റെ ഈ വടാപ്പാവ് തന്നെയാണ് ഗുയിസ്. അപ്പോൾ ഗുയിസ്, അഹമ്മദാബാദ് ടൗണിലൂടെ രാത്രി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു, കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് നടക്കുകയാണ്. അവിടെ 10 മണിയാകുമ്പോൾ ഗേറ്റ് അടയ്ക്കും. ഗേറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ മതിൽ ചാടി കയറുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ആശ്രമത്തിൽ ശരിയാവില്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയത്ത് തന്നെ തിരിച്ചു തരണം. അപ്പോൾ ഗുയിസ്, ഞാൻ തിരിച്ച് ആശ്രമത്തിലെത്തിട്ടോ. ആശ്രമത്തിൽ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ആരുടെ അനക്കൊന്നും കേൾക്കുന്നത് കാണുന്നില്ല. സമയം ഒരു 9 ആയതേ ഉള്ളൂ. ഇവിടെ 10 മണിയാകുമ്പോഴത്തേക്ക് ഫുൾ ഓഫാവും. ഇതാണ് ആ ഒരു ആശ്രമം. ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ, കുറച്ചും കൂടി നന്നായിട്ട് കാണിച്ചു തരാം രാവിലെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി ഇപ്പോൾ രാവിലെ എണീച്ച് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ഇവിടുന്ന് നേരെ നമ്മളുടെ ഈ ഒരു INB യാത്രയിൽ, ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിലത്തെ 7ാമത്തെ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിലേക്ക് ഇന്ന് എൻ്റർ ചെയ്യും. അപ്പം 250 കിലോമീറ്ററിൻ്റെ റൈഡ് ഉണ്ട്, നല്ല ലോങ് റൈഡ് ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നൈറ്റ് ആവും, എന്തായാലും മിക്കവാറും നൈറ്റ് ആവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയേക്കാണ്ട് നമ്മൾ ഭാരത് സേവാശ്രമത്തിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്വാമി മുകുന്ദാനന്ദ എന്നൊരു സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളിവിടുന്ന് ഇവർ ശരിക്കും പറഞ്ഞാൽ റൂമിന് അങ്ങനെ റെൻറ്റോ കാര്യങ്ങളായിട്ടൊന്നും വാങ്ങിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ എത്ര ആണെങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയുള്ളൂ. ഞാൻ 500 രൂപ കൊടുത്തു, സ്വാമിജി 100 തിരിച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് നടക്കാൻ ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി ചോദിച്ചറിഞ്ഞായിരുന്നു. എന്നിട്ട് എന്നോട് തിരിച്ച് വീണ്ടും ഒരു 100 രൂപ കൂടി തന്നു. അങ്ങനെ 200 രൂപ തിരിച്ചു തന്നു. 300 രൂപ അതിൻ്റെ വാങ്ങിച്ചുള്ളൂ 2 ദിവസത്തെ സ്റ്റേക്ക്. അപ്പോൾ പെർ ഡേ 150 വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടില്ല ലാസ്റ്റ്. ഞാൻ വേറെ ആർക്കും ആശ്രമമൊന്നും സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഒബേ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ എൻ്റെ സ്വാമിജിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വേറെയും ആശ്രമങ്ങൾ അവിടെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ.
അപ്പോൾ അങ്ങനെ എന്നാൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയേക്കാണ്. എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അത് ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, അതായത് രാജസ്ഥാനിലത്തെ കലക്കും കാഴ്ചകൾ ഇനി വരാനുണ്ട്. അത് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തേക്കാണ്. എല്ലാ വട്ടം പറഞ്ഞ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ.